ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ തോട്ട്സിനനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു. എൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. ഒരു 3 വർഷം മുൻപ് വരെ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു: എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു വിധി തന്നത് എന്ന്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വരുന്നതെന്ന്. എൻ്റെ വിധിയെ പഴിച്ച് ഞാൻ കരഞ്ഞ് വർഷങ്ങൾ പോലും തള്ളി നീക്കി. അപ്പോഴാണ് ഞാൻ കുറച്ച് ബുക്സും വീഡിയോസും ഒക്കെ കാണാൻ തുടങ്ങിയത്, നമ്മുടെ ബ്രെയിനിൻ്റെ പവറിനെ പറ്റി. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് ഇങ്ങനെ ആയതിന് ഉത്തരവാദി ഞാൻ മാത്രമായിരുന്നു എന്ന്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചു, പ്രാക്ടീസ് ചെയ്തു. പതിയെ എൻ്റെ ലൈഫ് സിറ്റുവേഷൻസ്, ആളുകൾ ഒക്കെ മാറാൻ തുടങ്ങി. നമ്മളുടെ ബ്രെയിൻ ഒരു സാധാരണ യന്ത്രമല്ല, അതൊരു സൂപ്പർ പവർഫുൾ കമ്പ്യൂട്ടർ പോലെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബ്രെയിൻ സ്വയം തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല. നാം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ എന്താണ് ആ ഇൻസ്ട്രക്ഷൻസ്? യെസ്, നമ്മളുടെ ചിന്തകളാണ് ആ ഇൻസ്ട്രക്ഷൻസ്. ബ്രെയിനിന് നല്ലതും മോശവും വേർതിരിക്കാൻ അറിയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് മാത്രം എന്തിനീ വിധി തന്നു എന്ന് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ബ്രെയിൻ മനസ്സിലാക്കിയത്, എനിക്ക് കരയാനാണിഷ്ടം, വിഷമിക്കുന്നതാണിഷ്ടം. കാരണം ഞാൻ 24 hours കൊടുത്തുകൊണ്ടിരുന്ന തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അതായിരുന്നല്ലോ. അത് തന്നെ എൻ്റെ ബ്രെയിനെ എന്നിലേക്ക് എന്നും എത്തിച്ചുകൊണ്ട് തന്നെയിരുന്നു. നമ്മുടെ ബ്രെയിനിന് ഇത് നല്ല ചിന്തയാണ്, ഇത് മോശം ചിന്തയാണ് എന്നൊന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. നിങ്ങൾ പറയുന്നതും ചിന്തിക്കുന്നതും അത് റിയൽ ആണെന്ന് ബ്രെയിൻ വിശ്വസിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ്. അല്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കാലങ്ങളായി നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ വിശ്വസിക്കുന്നത്, അത് തന്നെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് ചലഞ്ചസാണ് നിങ്ങളിപ്പോൾ നേരിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണോ, ഹെൽത്ത് ഇഷ്യൂസ്, ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ഇഷ്യൂസ് ആണോ? എന്താണെങ്കിലും അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ഒരു ഉദാഹരണം: എനിക്കൊന്നും കഴിയില്ല എന്ന് നിങ്ങൾ ദിവസവും ചിന്തിച്ചാൽ ബ്രെയിൻ പറയും ഓക്കെ, അതാണ് സത്യം. പിന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ തീരുമാനങ്ങൾ, നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം അതിനനുസരിച്ച് മാറും. നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്, റെപ്പറ്റീഷൻ. ഒരേ ചിന്ത വീണ്ടും വീണ്ടും വന്നാൽ ബ്രെയിൻ അത് ബിലീവായി മാറ്റും. എനിക്ക് വിജയം കിട്ടും, എനിക്ക് കഴിയും, ഞാൻ പവർഫുള്ളാണ് എന്നിവ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചാൽ ബ്രെയിൻ അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു വലിയ ഭാഗം പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വഴിയാണ്. നമ്മളുടെ ദിവസവും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ 95% വരെ സബ് കോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത്. അതിന് ലാംഗ്വേജ് അറിയില്ല, ലോജിക്കും അറിയില്ല. അതിനറിയാവുന്നത് ഒരേ ഒരു കാര്യമാണ്, ഫീലിങ്സ്. നിങ്ങൾ ഒരു ചിന്ത ഫീലിങ്സ് ചേർത്ത് ചിന്തിച്ചാൽ ബ്രെയിൻ അതിനെ ശക്തമായിട്ടങ്ങ് സ്വീകരിക്കും. അതിനാൽ തന്നെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം പവർഫുൾ ആകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതാകുന്നു നിങ്ങൾ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ഇത് വെറും ഒരു മോട്ടിവേഷണൽ സെൻറ്റൻസ് ഒന്നുമല്ല കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് ബ്രെയിൻ നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നു. ബ്രെയിൻ ഷേപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം ഷേപ്പ് ചെയ്യപ്പെടുന്നു. അതിനാൽ ചോദിക്കൂ, നിങ്ങളോട് തന്നെ ചോദിക്കൂ, ഇന്ന് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ എൻ്റെ ബ്രെയിനിനെ എന്താണ് പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടറാണ്. നിങ്ങൾ നൽകുന്ന ചിന്തകൾ അത് അത്രയും വിശ്വാസത്തോടെ സ്വീകരിക്കും. അതിനാൽ നല്ല ചിന്തകൾ തിരഞ്ഞെടുക്കൂ, നല്ല വേർഡ്സ് മാത്രം ഉപയോഗിക്കൂ, നല്ല ഫീലിങ്സ് നർച്ചർ ചെയ്യൂ. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറ്റും.